السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. أمن هو قانت آناء الليل ساجدا وقائما എന്ന് തുടങ്ങുന്ന ആയത്ത് സൂറത്ത് സുമർ 9-ാമത്തെ ആയത്ത്. തൊട്ടു മുമ്പുള്ള ആയത്തിൻ്റെ ആശയം കൂടി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഈ ആയത്തിൻ്റെ 8-ാമത്തെ ആയത്തിൻ്റെയും ആശയം മനസ്സിലാക്കി കൊണ്ടായിരിക്കണം നമ്മൾ ഈ ആയത്തിൻ്റെ ആശയം മനസ്സിലാക്കുവാൻ. അല്ലാഹു തആല നന്ദിയില്ലാത്തൊരടിമയെ സംബന്ധിച്ചാണ് മുകളിൽ പറഞ്ഞത്. അതായത് എന്തെങ്കിലും ദുരിതങ്ങൾ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അവനെന്ത് ചെയ്യുന്നു, അള്ളാഹുവിലേക്ക് മാത്രം അഭയം പ്രാപിച്ചുകൊണ്ട് അവനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതിനു മുമ്പ് അവൻ അള്ളാഹു വഴിയുള്ളവരോട് പ്രാർത്ഥിച്ചിരുന്നു, നേർച്ചകൾ അർപ്പിച്ചിരുന്നു. അതേപോലെ തന്നെ മറ്റുള്ള ഇബാദത്തുകളൊക്കെ അവൻ അള്ളാഹു വഴികൾക്കും അർപ്പിച്ചിരുന്നു. അങ്ങനെ ഒരു അടിമ അങ്ങനെ ദുരിതം ബാധിച്ചപ്പോഴേ എന്ത് ചെയ്തു, ഇനി മറ്റു രക്ഷയുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിന് മാത്രമേ രക്ഷ അഭ്യർത്ഥിച്ച് കാര്യമുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിന് മാത്രം വിനയപ്പെട്ടുകൊണ്ട് അവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ കഴിഞ്ഞുകൂടി. അങ്ങനെ ഇരുന്നപ്പോൾ അള്ളാഹു തആല അവനക്ക് അനുഗ്രഹം നൽകി. അങ്ങനെ അനുഗ്രഹം നൽകിയും അവൻ സന്തോഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്തു, അവൻ അള്ളാഹുവിനെ മറന്നുപോയി. അങ്ങനെ അള്ളാഹു വഴിയുള്ളവരോട് വീണ്ടും എന്ത് ചെയ്തു, പഴയ പോലെ തന്നെ അവൻ രക്ഷ അഭ്യർത്ഥിക്കുവാനും അതേപോലെ പ്രാർത്ഥന അർപ്പിച്ചുവാനും ഇബാദത്തുകൾ അർപ്പിക്കുവാനും അവൻ എന്ത് ചെയ്തു, അവൻ പ്രേരിപ്പിച്ചു. അങ്ങനെയുള്ളവർക്ക് നരകമാണ് അവന് ഫിദലം എന്ന് പറഞ്ഞ ശേഷം അല്ലാഹു തആല ഒരു നന്ദിയുള്ള അടിമയെ സംബന്ധിച്ച് നമ്മോട് പറയുന്ന കാര്യങ്ങളാണ് ഈ തുടർന്ന് പറയുന്നത്. അപ്പോൾ നന്ദികെട്ട അടിമയെ സംബന്ധിച്ച് ആദ്യം പറഞ്ഞു, പിന്നെ അടിമയെ സംബന്ധിച്ച് പറയുന്നു. എന്നോട് ചോദിക്കുന്നു, അവനും ഇവനും സമമാണോ എന്നുള്ള ചോദ്യമാണ് നമ്മോട് ചോദിക്കുന്നത് ആശയം. അതുകൊണ്ട് ഈ വിഷയത്തിലേക്ക് വരിക. അമ്മൻ ഹുവ ഖാനിത്തുൻ ആനാ അല്ലൈലി. അമ്മൻ, അപ്പോൾ യാതൊരുവൻ ആണോ, സമമാണോ, മറ്റോ ഇവനായിട്ട് സമമാണോ, ആണോ എന്നർത്ഥം. അതല്ല, മൻ ഒരുവൻ ആണോ, ഹുവ അവൻ ഖാനിത്തുൻ ഖുനൂത്തോടുകൂടി, അതായത് ഭക്തിയോടുകൂടി എന്ത് ചെയ്യുന്നു, ആനാ അല്ലൈലി രാത്രി സമയങ്ങളിൽ സാജിദ കഴിച്ചു കൂട്ടിക്കുന്നു, സുജൂദ് ചെയ്യുന്നവനായും കൊണ്ട് കഴിച്ചു കൂട്ടുന്നു. രാത്രി നമസ്കാരത്തെ സംബന്ധിച്ചുള്ള പ്രാധാന്യത്തെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത്. വഖായിമൻ നിന്നുകൊണ്ടും സുജൂദ് ചെയ്തുകൊണ്ടും എന്ത് ചെയ്യുന്നു, അവൻ രാത്രി സമയം കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് അവൻ്റെ അവസ്ഥ, മനസ്സ് വളരെ വിനയപ്പെട്ടുകൊണ്ട്, യഹ്ദറുൽ ആഖിറത പരലോകത്തെ ഭയപ്പെട്ടുകൊണ്ട്, വയർജു റഹ്മത റബ്ബി അവൻ രക്ഷിതാവിൻ്റെ കാരുണ്യം ആഗ്രഹിച്ചുകൊണ്ടും എന്ത് ചെയ്തു, അവൻ രാത്രി സമയം കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരുവനും അള്ളാഹുവിനെ മറന്ന ഒരുവനും നന്ദിയില്ലാതെ ജീവിച്ചു കൊണ്ടിരിക്കുന്നതും സമമാണോ? അല്ല, ഒരിക്കലുമല്ല. ഖുൽ പറയുക, ഹൽ യസ്തവി സമമാകുമോ, അല്ലദീന യാതൊരു കൂട്ടർ, യഅലമൂന അവർ അറിയുന്നു, വല്ലദീന ലാ യഅലമൂൻ അറിയാത്തവരും, അറിയുന്നും അറിയാത്തവരും ഇത്തരം കാര്യങ്ങൾ പഠിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹു മാത്രം ആരാധന അർപ്പിച്ച് ജീവിക്കുന്ന ഒരുത്തനും അള്ളാഹു വഴിയുള്ളവർക്ക് ആരാധനകൾ അർപ്പിച്ച് ജീവിക്കുന്ന അറിവില്ലാത്തവരൻ, അങ്ങനെയുള്ളവനും എന്ത് ചെയ്യുന്നു, അവൻ സമമാണോ? അല്ല, ഒരിക്കലും സമമല്ല. അറിവുള്ളവനായിക്കൊണ്ട് അറിവ് പഠിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, അള്ളാഹുവിനെ ധാരാളം ഓർത്തുകൊണ്ട് പലയിടത്തും ഓർത്തുകൊണ്ട് അവൻ മാത്രം ആരാധനകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവൻ ആണ് ഉത്തമൻ എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇന്നമായ തദക്കർ ഉലുൽ അൽബാബ്, നിശ്ചയമായും ബുദ്ധിയോട് ചിന്തിക്കുന്നത് മാത്രമേ, നിശ്ചയമായും ആലോചിക്കുകയുള്ളൂ. ഉലുൽ ബുദ്ധിയുള്ളവൻ മാത്രമേ ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ ആ ബുദ്ധിയുള്ള കൂട്ടത്തിൽ നമ്മൾ ആയിരിക്കണം. ധാരാളമായി അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഇൽമ് പഠിച്ചുകൊണ്ട് ഖുർആൻ ഹദീസ് പഠിച്ചുകൊണ്ട് ഇബ്നു സാബിത്ത് ജയിച്ച മാർഗം മനസ്സിലാക്കിക്കൊണ്ട് രാത്രി സമയങ്ങളിൽ ധാരാളമായി നിന്ന് നമസ്കരിച്ചുകൊണ്ട് പരലോകത്തെ ഭയപ്പെട്ടുകൊണ്ട് സ്വർഗത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന അടിമയുടെ കൂട്ടത്തിൽ നമ്മൾ ആയിത്തീരണം. അങ്ങനെയൊരു കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹദീസ് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുദീർഘമായ ഒരു ഹദീസിലൂടെ ഒരല്പഭാഗം മാത്രമാണ് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഹദീസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിച്ചു കൊടുത്തതാണല്ലോ നമുക്ക് പഠിപ്പിച്ചത്, വഹി മുഖേനയാണല്ലോ. അതിന് ഗൗരവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. തുടർച്ചയാണ് പറയുന്നിട്ട് ഒരു പദ്യത്തിന് അല്പഭാഗം എടുത്തുകൊണ്ട് ഞങ്ങൾ ഉദ്ധരിക്കുന്നത്. ആവശ്യമുള്ളവർക്ക് അതിന് ഹദീസ് പൂർണ്ണമായി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. വല്ലാഹി അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ലാ തഅലമൂന മാ അലമു, നിങ്ങൾക്ക് അറിയുമായിരുന്നെങ്കിൽ ഏതുമാതിരി മാ അലമു ഞാൻ അറിയുന്നമായി നിങ്ങൾ അറിയുന്നമായിരുന്നെങ്കിൽ ലഹക്തും ഖലീല അല്പം മാത്രമേ നിങ്ങൾ ചിരിക്കുകയുള്ളൂ. വല ബക്കയത്തും കസീറ നിങ്ങൾ ധാരാളമായി കരയും. അതായത് പരലോകത്ത് ഓർത്തുകൊണ്ട് നമ്മളെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് മരണാനന്തര ജീവിതം നരകത്തിന് മുമ്പിൽ നിർത്തപ്പെടുന്ന ആ അവസ്ഥ അത് ഭയപ്പെട്ടുകൊണ്ട് ധാരാളമായി നമ്മൾ എന്ത് ചെയ്യുന്നു, കരഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു. മറ്റുള്ള സുഖസൗകര്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ വിട്ടകന്ന് പോയി ഏകനായിക്കൊണ്ട് അള്ളാഹുവിനോട് സങ്കടം പറഞ്ഞുകൊണ്ട് രക്ഷ അഭ്യർത്ഥിച്ചുകൊണ്ടേ ഇരിക്കും എന്നാണ് അള്ളാഹു തആല നമുക്ക് നൽകിയ സന്ദേശം. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ഓർക്കുക. നമ്മൾ എന്ത് ചെയ്യണം, ഇഹലോക ജീവിത സുഖ സൗകര്യങ്ങൾ ഇത് താൽക്കാലികമാണ്. ഇത് എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് അവസാനിപ്പിക്കും അള്ളാഹു തആല. നമുക്ക് ആ കാലഘട്ടം കഴിഞ്ഞാൽ ആയുസ്സോ നമ്മളെ ആരോഗ്യമോ നമ്മളെ വയസ്സോ ഒന്നും നോക്കാതെ തന്നെ നമ്മൾ നിശ്ചയിച്ച അവധി എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യുന്നു, അള്ളാഹു തആല പൂർണ്ണമായും കൊണ്ടുപോകും, മരിപ്പിക്കും. പിന്നീട് ശാശ്വതമായ പരലോക ജീവിതത്തിലേക്ക്, അവിടെയുള്ള സ്വർഗത്തിന് പ്രതീക്ഷിച്ചുകൊണ്ട് നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് ഉള്ള ആ ജീവിതത്തിൽ ഇന്ന് മുൻതൂക്കം നൽകിക്കൊണ്ട് നമ്മൾ ജീവിക്കണം എന്നുള്ളതിലേക്കാണ് അള്ളാഹു തആല നമുക്ക് നൽകുന്നത്. ഇവിടുത്തെ ഈ സന്തോഷത്തിൽ, ഇഹലോക ജീവിത സന്തോഷത്തിൽ ചിരിയും കളിയും നേരം പോക്കുകളായി കഴിഞ്ഞുകൂടരുത്. പരലോകത്തെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് സ്വർഗം പരീക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കണം എന്നുള്ളതിലേക്കാണ് ഖുർആനിലൂടെ ഹദീസിലൂടെ അള്ളാഹു തആല നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ. ഇത്തരം സന്ദേശങ്ങൾ പഠിച്ചറിഞ്ഞുകൊണ്ട് ധാരാളമായി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് അത് രക്ഷ തേടിക്കൊണ്ട് സ്വർഗത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അതിന് കിട്ടുവാൻ പ്രവർത്തനം പ്രവചിച്ചുകൊണ്ട് ജീവിക്കുന്ന നബി സാഹിബ് ജീവിച്ച മാർഗത്തിൽ പഠിച്ചറിഞ്ഞ് ജീവിക്കുന്ന സത്യവിശ്വാസിയുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. റബ്ബനാ വലംനാ അൻഫുസനാ വലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹു ഇന്നാ നസ്അലുക മിൻ ഖൈരി മാ സഅലക നബിയുക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻതൽ മുസ്തആൻ വലകൽ ബലാഗ്. اللهم إنا نسألك من خير ما سألك نبيك محمد صلى الله عليه وسلم ونعوذ بك من شر ما استعاذ منه نبيك محمد المصطفى صلى الله عليه وسلم. أنت المستعان وإليك البلاغ. لا حول ولا قوة إلا بالله. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله.